ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നൈറ്റാണ് കേട്ടോ സമയം. താത്തൻ്റെ വീട്ടിൽ ഞങ്ങളെ ഫ്രണ്ട്സ് വന്നിരിക്കുന്ന താത്ത വിളിച്ചപ്പോൾ ഞാനിത് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കുറച്ച് നല്ല മൊമെൻറ്റ്സുകളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. കാരണം കുറേ നാളുകൾക്ക് ശേഷം ഒരു താത്തൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പം നൈറ്റാണ്. ഇപ്പം ഞാൻ താത്ത വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഓക്കെ, പോയിട്ട് അവിടുന്ന് കാണാം. ഷംന പ്രത്യേകം മെൻഷൻ ചെയ്യട്ടെ. നിങ്ങൾ എന്താ ഇവിടെ ഉണ്ടാക്കുന്നേ? ചോറോ? എന്ത് റേഷനരി ചോറാണോ? കറി. ഓ, അടിപൊളി. സുമയ ചെമ്പടുപ്പത്ത് വെച്ചിട്ടോ നെയ്ച്ചോറും എന്തുണ്ടാക്കുന്നേ? അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്ക കേട്ടോ. തണുത്ത് ഐസും കട്ടായി പോയതാണ് ഗേൾസ്. നെയ്ച്ചോറിലേക്ക് ആവശ്യത്തിന് ഉള്ളി അരിയിട്ടോ ഗൈസ്. ഉള്ളി അരിയുന്ന അതിലേക്ക് ആവശ്യത്തിന് ഉള്ളി ഇട്ട് കേട്ടോ. നെയ്ച്ചോറിന് കുറച്ച് വലിയ ഉള്ളി മതി കേട്ടോ. അതിൽ പട്ടയും പൂവും ഏലക്കായും ഇട്ടിക്കണേ. ഇതാ നല്ലോണം വഴറ്റിയെടുക്കാം. അഞ്ചപ്പരിപ്പ് മുന്തിരി ഇട്ടത്. അതിലേക്ക് ഇതാ കറിവേപ്പ് ഇട്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നല്ലോണം മൂടി വെച്ച് തളിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് അരി ഇടുന്നത് കേട്ടോ. അപ്പൊ ആവശ്യത്തിന് ഉപ്പിടുക. അതൊക്കെ നമ്മളെ കണക്കാണല്ലോ ഉപ്പൊക്കെ ഇടേണ്ടത്. അപ്പം അത് നമുക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് ആ പ്രകാരം ഉപ്പിടുക കേട്ടോ. അപ്പൊ വെള്ളം കുറച്ചുകൂടെ പോരായ്ക വന്നപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കുക. എന്നിട്ട് ഒന്ന് തളിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് അരി ഇടുന്നത് കേട്ടോ. അപ്പം അതിലേക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് അരിയൊക്കെ എന്താ പറയാ ചോറ് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഒന്ന് വെന്തൊടിഞ്ഞ പോലെ ആവാതിരിക്കാൻ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം പൂനാരങ്ങ പിഴിഞ്ഞെടുക്കുക കേട്ടോ. അരി പിന്നെ കഴുകി ഊറ്റി വെച്ചതാട്ടോ. വെള്ളം നല്ലോണം പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. ഇതിലേക്ക് അരി ഇട്ടിട്ടോ. ഇത് തളിച്ചിട്ടല്ലേ മൂടി വെക്കുക. ഇന്നത്തെ നെയ്ച്ചോറിന്റെ കൂടെ കഴിക്കാനുള്ള കറിന്റെ ഇതാട്ടോ. ഇതെന്ത് മീനറിയാന്താ? ഏട്ട. നല്ല ഏട്ടക്കറി നെയ്ച്ചോറാട്ടൊന്ന്. കറിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് 5 തക്കാളി ആയിട്ട് എടുത്ത് 5 തക്കാളി 4 പച്ചമുളകും ആയിട്ട് എടുക്കുന്നത്. ഇത് സുമേത, അതിന് 2ാമത്തെ മോനാട്ടോ. അപ്പൊ അളിയൻ ഇങ്ങനെ സൈക്കിൾ മേലെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ നെയ്ച്ചോറ് ഇതാക്കുന്നത് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അപ്പൊ അത് മൂടിയൊന്ന് എടുത്തിട്ട് നമ്മളത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടി പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇതാട്ടോ കിച്ചണിൽ വിരുന്ന് വന്നവരും ഞങ്ങൾ വലിയൊരു കൂട്ടാട്ടോ കുക്ക് ചെയ്യുന്നത്. ഒരു രസമല്ല എല്ലാവരും കൂടെ ഇങ്ങനെ കിച്ചണിൽ നിന്നിട്ട് കുക്ക് ചെയ്യുക. അതൊക്കെ ഒരു രസമാണല്ലോ. ഇപ്പോൾ അതൊക്കെ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അങ്ങനെ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ഉലുവ ഇടുക. എന്നിട്ട് അതൊന്ന് പൊട്ടിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയൊക്കെ ഇടുന്നത് കേട്ടോ.
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ മെല്ലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിലേക്ക് കരുവേപ്പ് ഇടുക, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇതാ അളിയനാട്ടോ ചിക്കൻ കഴുകുന്നത്. അപ്പൊ ഞാൻ അളിയനോട് പറയാം, അളിയെ കാണുന്നില്ല, ഒന്ന് മാറി നിൽക്കുമെന്ന് ചോദിക്കുക കേട്ടോ. എന്നിട്ട് ഇതാക്കുന്ന അളിയൻ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുക. അളിയൻ ചിക്കൻ കഴുകാൻ നിന്നാൽ പിന്നെ ചിക്കനിൽ ഒരു സംഗതി ഉണ്ടാവില്ല കേട്ടോ, അത്രയും ക്ലീൻ ആയിരിക്കും. കഴുകി കുളിപ്പിച്ച് കുട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥ. കഴുകി ഇവര് ചിക്കൻ ഉണ്ടാവില്ല, അതാണ് അവസ്ഥ. ഇപ്പൊ താത്ത ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുക കേട്ടോ, അളിയനെ കഴുകി ചിക്കൻ ഉണ്ടാവില്ല എന്ന് പറയാം. ഇപ്പൊ അതൊക്കെ അവള് വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, പിന്നെ ചിക്കൻ പൊരിക്കുന്നതിലേക്കുള്ള. അപ്പൊ ഇതാക്ക് നമ്മൾ കറിയിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇടുക കേട്ടോ. അപ്പൊ അതാക്കുന്ന തക്കാളി നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ഇടാവുന്ന കേട്ടോ, നമ്മളെ ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചിക്കനിലേക്ക് ഇതാക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ പൊരിക്കാനുള്ളതാണ് ഇത്. നമ്മൾ നെയ്ച്ചോറും ഫിഷ് കറിയും ചിക്കൻ ഫ്രൈ ആട്ടോ ആക്കുന്നത്. അപ്പൊ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാക്കുന്ന കരുവേപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് മുളകൊക്കെ സാധാ എല്ലാവരും പറ്റുന്ന പോലെ തന്നെ പറ്റാട്ടോ. മസാല ആവശ്യത്തിന് ചിക്കൻ പൊരിക്കുന്നതിലേക്ക് ചിക്കൻ മസാല ഇടുക, കുറച്ചിട്ടാ മതി. പിന്നെന്താ കോൺഫ്ലവർ. ഇതൊന്നും ഒരു കണക്കില്ലാണ്ടാണ് ചിക്കൻ അനുസരിച്ചിട്ട് അതിനൊന്നും കണക്ക്. അതാണ് ഈ കുക്കിംഗ് അറിയാവുന്നവരൊരു കണക്കാണത്. എന്റെ ആവശ്യത്തിന് പത്തിരിപ്പൊടി ഉള്ള പത്തിരിപ്പൊടി മുഴുവൻ ചിക്കൻ പൊരിക്കുന്നതിലേക്ക് ഇട്ടിക്ക്. അങ്ങനല്ല, അത് കോൺഫ്ലവറും മുളകും പൊടി, മഞ്ഞപ്പൊടി, ഇതാക്കുന്നത് കിച്ചണില് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെക്കുക കേട്ടോ. കാരണം നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ കഴുകി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അങ്ങനെ കുറെ ആളുകൾ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ചിക്കൻ ഉണ്ടാക്കുന്നത് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കോരി എടുത്ത് മാറ്റി വെക്കുകയാണ്. എല്ലാരും കൂടെ നിലത്ത് ഇരുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് നിലത്ത് കൊണ്ടുപോയി വെച്ചതാട്ടോ. ചെമ്പോടൊക്കെ തന്നെ കൊണ്ടുപോയി വെച്ചതാ. എല്ലാരും കൂടെ അടി ഉണ്ടാക്കി തിന്ന് നല്ല രസാണിത്. വിരുന്നാരൊക്കെ പോവാണ് കേട്ടോ, യാത്രയാവുകയാണ്. ഇവരെ പുറകെ തന്നെ ഞാനും വണ്ടി എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ.